ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാം ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസ് തിയറം എന്നാൽ എന്താണ്, അതായത് പ്രോബബിലിറ്റിയുടെ ബേസ് തിയറം എന്തെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസ് തിയറം അറിയണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് എന്തറിയണം, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്തെന്നറിയണം. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയും കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷനും കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷനും അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് ഒക്കൂ, ബേസ് തിയറം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഒക്കൂ. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി അറിയാത്തവർ എന്ത് ചെയ്യുക, ഇതിനു മുമ്പ് ഞാൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെഫിനിഷനായിട്ട് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അത് പോയി കണ്ടിട്ട് വരിക. മുകളിലുള്ള ഐ ബട്ടണിലോ അല്ലെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ പോയി അത് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ ബേസ് തിയറത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. രണ്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ ഗീവൺ ബി. അപ്പോൾ അത് ഇങ്ങനെയാണ് വായിക്കേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ദാറ്റ് ബി ഈസ് ഓൾറെഡി ഒക്കേർഡ്. അതായത് ബി ഓൾറെഡി ഒക്കേർഡ് ചെയ്തിരിക്കുമ്പോഴുള്ള എയുടെ പ്രോബബിലിറ്റിയും പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ദാറ്റ് എ ഈസ് ഓൾറെഡി ഒക്കേർഡ്, അതായത് എ ഓൾറെഡി ഒക്കേർഡ് ചെയ്തിരിക്കുമ്പോൾ ബിയുടെ പ്രോബബിലിറ്റി. അങ്ങനെ രണ്ട് കണ്ടീഷൻ ഉള്ള ഇക്വേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ ബി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ദാറ്റ് എ ഈസ് ഓൾറെഡി ഒക്കേർഡ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. അപ്പോൾ നമ്മൾ രണ്ടും കണ്ടു. ഇനി നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ഒരു റീഅറേഞ്ച്മെൻറ്റ്, അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കോമയിട്ടിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ്, അതായത് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന പി ഓഫ് ബി, അതായത് പ്രോബബിലിറ്റി ഓഫ് പ്യുവർ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ദാറ്റ് ബി ഈസ് ഓൾറെഡി ഒക്കേർഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയിരിക്കുന്നു, ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനും എഴുതി. രണ്ടാമത്തെ ഇക്വേഷനും പ്രോബബിലിറ്റി ഓഫ് പ്യുവർ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ. അപ്പോൾ രണ്ട് ഇക്വേഷനും എഴുതി. രണ്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എയും. അപ്പോൾ നമുക്കറിയാം പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എയും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും തമ്മിൽ ഈക്വൽ ആണെന്ന്. എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ഇൻ്റർസെക്ഷൻ എയും എ ഇൻ്റർസെക്ഷൻ ബിയും ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതിക്കുന്നുള്ളൂ. സോ അതിൻ്റെ സെയിം പ്രോബബിലിറ്റി, അതിൻ്റെ പ്രോബബിലിറ്റി എന്തെന്ന് വരും, സെയിം ആയിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഈക്വൽ ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, RHS ഈക്വലായ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് നമ്മൾ എടുത്തെഴുതി. ഇനി പി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് ബി, അതായത് ഈക്വേഷൻ ഈക്വൽ ടു പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ. അപ്പോൾ അതും എടുത്തെഴുതി. ഇനി നമുക്ക് ഈ ഭാഗം വേണ്ട, ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗമാണ് ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ട് താഴോട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗം മാത്രം വെച്ച് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എന്ത്, പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു, അതായത് ഈ ഭാഗത്ത് പി ഓഫ് എ ഗിവൺ ബിയെ ഒരിടത്തിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പി ഓഫ് ബി അപ്പർ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡ് ബൈ ബി. അപ്പോൾ ഇക്വേഷൻ മനസ്സിലായല്ലോ. സംഭവം പി ഓഫ് എ ഗിവൺ ബി എന്നുള്ളത് മാത്രം ഒരു സൈഡിൽ ഇട്ടിട്ട് നമ്മൾ അപ്പർ സൈഡിലേക്ക് എന്ത് കൊണ്ടുവന്നു, പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്നുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ എന്താണ് ചെയ്തത്, RHS ഈക്വൽ ആണെന്ന് മനസ്സിലായി, LHS തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. LHS ഇക്വേറ്റ് ചെയ്തതിലൂടെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് തിയറം എന്തെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബേസ് തിയറം എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ഒരു പുതിയൊരു ഇക്വേഷൻ എഴുതുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബേസ് തിയറം എന്നുള്ളത്. ഇനി ബേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ എടുത്താണ് ഞാനിവിടെ ബോക്സിലോട്ട് വരച്ചിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എ നമ്മൾ എന്തെന്ന് പറയും, ഹൈപ്പോത്തിസിസ് എന്ന് പറയും, ബി എ പറയും എവിഡൻസ് അല്ലെങ്കിൽ ഡേറ്റ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഡെഫിനിഷൻ ഒന്ന് മാറ്റി പറയേണ്ടി വരും. എങ്ങനെ പറയണം, അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തിസിസ് ഗിവൺ ദാറ്റ് വി ഹാവ് ഒബ്സർവ്ഡ് സം എവിഡൻസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഗിവൺ ദാറ്റ് വി ഹാവ് ഒബ്സർവ്ഡ് സം എവിഡൻസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് evidence given that we have hypothesis is true.
ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തിസിസ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എവിഡൻസ് ഓർ ഡേറ്റ. അപ്പോൾ ഇക്വേഷൻ എന്താണ് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ്, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തിസിസ് ഗിവൺ ദാറ്റ് വി ഹാവ് ഒബ്സർവ്ഡ് സം എവിഡൻസ് ഓർ ഡേറ്റ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എവിഡൻസ് given that we have hypothesis is true into probability of hypothesis divided by probability of data. അപ്പോൾ എല്ലാവർക്കും ഇക്വേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ സ്ലാഷ് ഇല്ലേ, ഒരു സ്ലാഷ് എന്ന് പറയുന്നത് ഇവിടെ എന്തെന്ന് പറയുന്നത് ഗിവൺ ദാറ്റ് എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മളിവിടെ സ്ലാഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബബിലിറ്റിയിലെ കുറച്ച് ടെർമിനോളജികൾ നോക്കാം. അപ്പോൾ ഈ ടെർമിനോളജികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എഴുതിയ ഇക്വേഷന് ഓരോന്നിനും ഓരോ പേര് കൊടുക്കുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തിസിസ് ഗിവൺ ദാറ്റ് ഒബ്സർവ്ഡ് സം എവിഡൻസ് എന്നുള്ളതിന് നമ്മൾ പോസ്റ്റീരിയർ എന്നും, പ്രോബബിലിറ്റി ഓഫ് എവിഡൻസ് ഗിവൺ ദാറ്റ് വി ഹാവ് ഹൈപ്പോത്തിസിസ് ഈസ് ട്രൂ എന്നുള്ളതിന് ലൈക്ലിഹുഡ് എന്നും, പ്യുവർലി എ അല്ലെങ്കിൽ പ്യുവർലി ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തിസിസ് എന്തെന്ന് പറയും നമ്മൾ പ്രയർ എന്നും, പ്രോബബിലിറ്റി ഓഫ് ഡേറ്റയ്ക്ക് നമ്മൾ മാർജിനൽ എന്നും പറയും. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, പോസ്റ്റീരിയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പോസ്റ്റീരിയർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലൈക്ലിഹുഡ് വേണം, മാർജിനൽ വേണം, പ്രയർ വേണം. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഒക്കൂ, ബേസ് തിയറത്തിലെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് നമുക്ക് പോസ്റ്റീരിയർ കണ്ടുപിടിക്കാനായിട്ട് ഒക്കും. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യം കിട്ടി, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആദ്യം നമ്മൾ ലൈക്ലിഹുഡ് കണ്ടുപിടിക്കണം, രണ്ടാമത് നമ്മുടെ പ്രയർ കണ്ടുപിടിക്കണം, മൂന്നാമത് മാർജിനൽ കണ്ടുപിടിക്കണം. അങ്ങനെ ഈ മൂന്നും കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനോ നോക്കൂ, പോസ്റ്റീരിയർ കണ്ടുപിടിക്കാനായിട്ട് നോക്കും. അപ്പോൾ പോസ്റ്റീരിയറിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു, നമുക്ക് ഹൈപ്പോത്തിസിസ് കണ്ടുപിടിക്കണം. എന്ത് തന്നിട്ടുണ്ട്, എവിഡൻസ് നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ഹൈപ്പോത്തിസിസ് കണ്ടുപിടിക്കണം. എന്നാൽ ലൈക്ലിഹുഡ് എന്താണ്, ഹൈപ്പോത്തിസിസ് ട്രൂ ആണെന്ന് നമുക്ക് ഉറപ്പാണ്, അതിൽ നിന്ന് നമുക്ക് എവിഡൻസ് കണ്ടുപിടിക്കണം. പിന്നെ പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും. ഇനി നമുക്കൊരു ചോദ്യത്തിലേക്ക് നോക്കാം. അതായത് നമുക്ക് എന്തായിരുന്നാലും ഒരു ചോദ്യം ചെയ്ത് നോക്കിയാലല്ലേ അതെങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ബേസ് തിയറത്തിൻ്റെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അതായത് നമ്മുടെ കയ്യിൽ 52 കാർഡ്, അതായത് ഒരു ഡെക്ക് കാർഡ് നമ്മുടെ കയ്യിലുണ്ട്. 52 കാർഡിൽ നിന്ന് ഞാൻ ഒരു കിങ് കാർഡിനെ എടുക്കുകയാണ്. അതായത് ഞാൻ എന്താണ് എടുക്കുന്നത്, ഒരു കിങ് കാർഡിനെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ബേസ് തിയറത്തിലൂടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, പ്രോബബിലിറ്റി ദാറ്റ് മൈ കാർഡ് ഈസ് എ കിങ്, അതായത് എൻ്റെ കാർഡ് ഒരു കിങ് കാർഡ് ആവണം, ഗിവൺ ദാറ്റ് ഇറ്റ് വാസ് എ ഫേസ് കാർഡ്. അതായത് ഞാൻ എടുത്ത കിങ് കാർഡ് ഫേസ് കാർഡിലോടുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ദ പ്രോബബിലിറ്റി ദാറ്റ് മൈ കാർഡ് ഈസ് എ കിങ് ഗിവൺ ദാറ്റ് ഇറ്റ് വാസ് എ ഫേസ് കാർഡ്, അതായത് ഫേസ് കാർഡിൽ നിന്ന് ഞാൻ എടുത്ത കാർഡ് കിങ് എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതിനായി നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഫേസ് ഗിവൺ ദാറ്റ് കിങ്. അത് നമ്മൾ എങ്ങനെ വായിക്കും, പ്രോബബിലിറ്റി ദാറ്റ് ടേക്കൺ കാർഡ് ഈസ് എ കിങ് ഓൾസോ എ ഫേസ് കാർഡ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ടേക്കൺ കാർഡ് ഈസ് എ കിങ്, അതായത് കിങ്ങിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, കിങ് എന്നുള്ള സെക്ഷനിൽ നിന്നാണ് കാർഡ് എടുത്തിരിക്കുന്നത്, അതൊരു ഫേസ് കാർഡ് ആണെന്നുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് നമുക്ക് അവിടെ എഴുതണം, ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് കിങ്. അപ്പോൾ കിങ് എന്നുള്ള കാർഡിൻ്റെ പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഫേസ് കാർഡ്. ഇനി നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. പ്രോബബിലിറ്റി ദാറ്റ് ടേക്കൺ കാർഡ് ഈസ് കിങ് ദാറ്റ് ഓൾസോ എ ഫേസ് കാർഡ്. ടേക്കൺ കാർഡ് ഒരു കിങ് ആണ്, അത് ഒരു ഫേസ് കാർഡും ആണ് എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്, 1 ആണ്. അതായത് എങ്ങനെയാണത് 1 കിട്ടിയത്, അത് എടുത്ത കാർഡ് കിങ് കാർഡ്. നമുക്കറിയാം ഫേസ് കാർഡ് എത്ര എണ്ണം ഉണ്ട്, കിങ് ഉണ്ട്, ക്യൂനുണ്ട്, ജാക്ക് ഉണ്ട്. അങ്ങനെ 3 ഫേസ് കാർഡാണുള്ളത്. ആ 3 ഫേസ് കാർഡിൽ നിന്ന് എടുത്ത കാർഡ് കിങ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ട്, അതൊരു ഫേസ് കാർഡ് ആണെന്നുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതൊരു ചോദ്യമേ അല്ല, ഒരു കിങ് കാർഡ് ആണെങ്കിൽ അത് ഉറപ്പായും എന്തായിരിക്കും, ഒരു ഫേസ് കാർഡ് ആയിരിക്കും. അപ്പോൾ കിങ് കാർഡ് എന്നുള്ളത് എടുത്തത് ഫേസ് കാർഡ് ആണെന്നുള്ള പ്രോബബിലിറ്റി എത്രയാണ്, 1 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം പ്രോബബിലിറ്റി ഓഫ് കിങ്, അതായത് പ്രോബബിലിറ്റി ഓഫ് കിങ് എത്രയെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് കിങ് എത്രയെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടോട്ടൽ എത്ര കിങ് ഉണ്ടെന്ന് അറിയണം. ടോട്ടൽ എത്ര കിങ് ആണ്, 1 2 3 4. അതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്, 1 2 3 4. 4 കിങ് ആണുള്ളത്. ടോട്ടൽ കാർഡ് എത്ര, 52. അപ്പോൾ 4/52. പ്രോബബിലിറ്റി എഴുതാൻ എല്ലാവർക്കും അറിയാലോ, 4/52.
ഇനി മൂന്നാമത്തത് ടോട്ടൽ ഫേസ്, അതായത് പ്രോബിലിറ്റി ഓഫ് ഫേസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഹൈപ്പോത്തിസിസ് കണ്ടുപിടിച്ചു, ഇനി പ്രോബിലിറ്റി ഓഫ് ഡേറ്റ കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എവിഡൻസ്, അതായത് പ്രോബിലിറ്റി ഓഫ് ഫേസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 12/52. ഇവിടെ 12 എങ്ങനെയാണ് കിട്ടിയത്? നമുക്കറിയാം മൊത്തം 3 ഫേസ് കാർഡാണ് ഉള്ളത്, കിങ്, ക്യൂൻ, ജാക്ക്. അപ്പോൾ കിങ്ങിൻ്റെ തന്നെ 4 എണ്ണം, ക്യൂനിൻ്റെ 4 എണ്ണം, ജാക്കിൻ്റെ 4 എണ്ണം, അങ്ങനെ എത്രയായി? 12 കാർഡായി. ടോട്ടൽ കാർഡ് എത്ര? 52. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് നേരെ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇക്വേഷനിൽ ഇടാനായിട്ട് നമ്മുടെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. പ്രോബബിലിറ്റി ദാറ്റ് മൈ കാർഡ് ഈസ് എ കിങ് ഗിവൺ ദാറ്റ് ഇറ്റ് വാസ് എ ഫേസ് കാർഡ് ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് ടേക്കൺ കാർഡ് ഈസ് എ കിങ് ദാറ്റ് ഓൾസോ എ ഫേസ് കാർഡ്. അതായത് എടുത്ത കാർഡ് കിങ് ആണ്, അതൊരു ഫേസ് കാർഡാണ് എന്നുള്ളതിന് ഉറപ്പ് വരുത്തി നമ്മൾ 1 എന്ന് എഴുതി. അതായത് നമ്മുടെ അതിൻ്റെ പ്രോബിലിറ്റി 1 ആണ്, മാക്സിമം പ്രോബിലിറ്റിയാണ് നമുക്ക് അവിടെ കിട്ടിയത്, അത് 1 ആണ്. ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് കിങ് എത്ര കിട്ടി നമുക്ക്? 4/52. 4/52 കിട്ടി. പ്രോബിലിറ്റി ഓഫ് ഫേസ് കാർഡ് 12/52 കിട്ടി. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് 4/52 എന്ന് വന്നു. 4/52/12/52 അതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്തു. 4/52 ഇൻറ്റു 52/12 എന്ന് കിട്ടി. 52 ക്യാൻസൽ ആയിപ്പോയി. 4/12 നമുക്ക് എന്താണെന്ന് കിട്ടി? 1/3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ബേസ് തിയറത്തിൻ്റെ കണക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് ഓർമ്മിച്ച് വെച്ചിരിക്കേണ്ടത്? ആദ്യം നമ്മൾ കണ്ടീഷണൽ പ്രോബിലിറ്റി അറിയുക. കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ഇക്വേഷൻ ഫോം ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ബേസ് തിയറത്തിൻ്റെ ഇക്വേഷനിലോട്ട് എത്തിയത് എന്നറിയുക. അത് കഴിഞ്ഞിട്ട് ബേസ് തിയറത്തിൻ്റെ ഇക്വേഷനിൽ ഓരോ ടെർമിനോളജി അറിയുക. അപ്പോൾ ഇത്രയാണ് ബേസ് തിയറത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും മാക്സിമം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.